നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കച്ചേരിത്താഴത്തെ അത്യാധുനിക പോലീസ് എയ്ഡ് പോസ്റ്റ് അടച്ചുപൂട്ടി. പ്രതിഷേധം വ്യാപകം. 5 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച എയ്ഡ് പോസ്റ്റാണ് മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നത്. മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ്, മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലേഴ്സും പായിപ്ര പഞ്ചായത്ത് മെമ്പർമാരും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വിജയികളായി നഗരസഭ കൗൺസിൽ ടീം. ആശാപ്രവർത്തകരുടെ സമരം ചരിത്ര വിജയം. ആശാ കേരളം വിജയപാതയിൽ വിജയാഘോഷ സമ്മേളനം നടത്തി. ഉദ്ഘാടനം നിർവഹിച്ച മാത്യു കുഴൽനാടൻ MLA. പായിപ്ര പഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ. അറ്റകുറ്റപ്പണികൾക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയായി. അടുത്ത ദിവസങ്ങളിൽ വർക്കുകൾ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. കച്ചേരിത്താഴത്തെ അത്യാധുനിക പോലീസ് എയ്ഡ് പോസ്റ്റ് അടച്ചുപൂട്ടിയതിനെതിരെ പ്രതിഷേധം. 5 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച എയ്ഡ് പോസ്റ്റാണ് മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നത്. മൂവാറ്റുപുഴ നഗരത്തിൽ സുരക്ഷയൊരുക്കേണ്ട കച്ചേരിത്താഴത്തെ അത്യാധുനിക പോലീസ് എയ്ഡ് പോസ്റ്റ് അടച്ചുപൂട്ടിയതിനെതിരെ വ്യാപക പ്രതിഷേധം. 5 ലക്ഷം ചെലവിൽ ലയൺസ് ക്ലബ്ബുകളുടെയും മണപ്പുറം ഫൗണ്ടേഷന്റെയും സഹായത്തോടെ നിർമ്മിച്ച എയ്ഡ് പോസ്റ്റാണ് മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നത്. ഇതോടെ നഗരത്തിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിനും നിലവിലുണ്ടായിരുന്ന സംവിധാനം ഇല്ലാതായിരിക്കുകയാണ്. സന്ധ്യ മയങ്ങിയാൽ പ്രദേശത്ത് അനധികൃത പാർക്കിംഗ് മൂലവും ഗതാഗതടസ്സവും പതിവാണ്. ഇതിനു പുറമെ ജനറൽ ആശുപത്രിയിലും ആശ്രമ സ്വകാര്യ ബസ് സ്റ്റാൻഡിലും ഉണ്ടായിരുന്ന എയ്ഡ് പോസ്റ്റുകളും അടച്ചിട്ടിരിക്കുകയാണ്. പോലീസ് സേനയിലെ രൂക്ഷമായ ഉദ്യോഗസ്ഥ ക്ഷാമമാണ് എയ്ഡ് പോസ്റ്റുകളുടെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായതായി പറയുന്നത്. എറണാകുളം റൂറൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള സ്റ്റേഷനുകളിൽ ഒന്നാണ് മൂവാറ്റുപുഴയെങ്കിലും നിലവിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും ഇവിടെ പോലീസുകാരില്ലാത്ത അവസ്ഥയാണ്. നഗരഹൃദയത്തിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച എയ്ഡ് പോസ്റ്റ് അടഞ്ഞുകിടക്കുന്നത് നഗരത്തിലെത്തുന്ന സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. രാത്രികാലങ്ങളിൽ നഗരത്തിലെത്തുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് സുരക്ഷയില്ലാത്ത അവസ്ഥയാണിപ്പോൾ. പോലീസിന്റെ അഭാവം മുതലെടുത്ത് മദ്യപാനികളും സാമൂഹ്യ വിരുദ്ധരും പ്രദേശത്ത് വർദ്ധിച്ചു വരികയാണ്. മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലേഴ്സും പായിപ്ര പഞ്ചായത്ത് മെമ്പർമാരും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കടാതിയിൽ നടത്തിയ മത്സരത്തിൽ 1-0 നഗരസഭാ കൗൺസിൽ ടീം വിജയികളായി. ഫിഫ വേൾഡ് കപ്പ് പ്രചരണാർത്ഥം മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർമാരും പായിപ്ര പഞ്ചായത്ത് മെമ്പർമാരും തമ്മിൽ കടാതി കിളിക്കുടി ടർഫിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണിയും പായിപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസും ചേർന്ന് നിർവഹിച്ചു. ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ മലയാളികളുടെ ഒരു വികാരമാണ്, ലോകം മുഴുവനുള്ള ഒരു വികാരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇന്ന് മൂവാറ്റുപുഴയും പായിപ്രയും സംയുക്തമായിട്ട് ഒരു സൗഹൃദ മത്സരം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതേ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ആ ഒരു രസകരമായ ഒരു ഗെയിം തന്നെയായിരിക്കും തൊട്ടടുത്തുണ്ടാവുക. അതൊരു സൗഹൃദ മത്സരം തന്നെയായിരിക്കും. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ തിരി മൂവാറ്റുപുഴയുടെ മണ്ണിലും തെളിയുകയാണ്. അപ്പോൾ പായിപ്രയുടെ ടീമിനും മൂവാറ്റുപുഴയുടെ ടീമിനും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ പായിപ്ര പഞ്ചായത്തിൻ്റെയും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിൽ ഇവിടെ ഒരു സൗഹൃദ മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. 2 ടീമുകൾക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നു. മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് പ്രസിഡന്റ് എൽദോ ബാബു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സാബു പി വാഴയിൽ, PP എൽദോസ്, KP ജോയ്, മാത്യൂസ് വർക്കി, PM അബ്ദുൾ സലാം, രജിത P, ജെയിംസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. മത്സരത്തിൽ 1-0 നഗരസഭാ കൗൺസിൽ ടീം വിജയികളായി. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ആശാപ്രവർത്തകരുടെ സമരം ചരിത്ര വിജയമെന്ന് മാത്യു കുഴൽനാടൻ MLA. KHW ആശാ കേരളം വിജയപാതയിൽ വിജയാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ കോതമംഗലം മേഖലാ സമരസമിതിയുടെ നേതൃത്വത്തിൽ
ആശാ കേരളം വിജയപാതയിൽ വിജയാഘോഷ സമ്മേളനം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തോളം മഴയും വെയിലും സഹിച്ച് ആശാപ്രവർത്തകർ നടത്തിയ ഐതിഹാസിക സമരവും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും കണ്ണീരും തിരിച്ചറിഞ്ഞത് UDF നേതൃത്വമാണെന്നും അതുകൊണ്ട് തന്നെ UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാപ്രവർത്തകരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിക്കുമെന്ന തീരുമാനം കൈക്കൊണ്ടതെന്നും MLA പറഞ്ഞു. ആശമാര് നടത്തിയ സമരം നിങ്ങളൊരു പക്ഷേ അതിനെ എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയാം. ഞങ്ങളൊക്കെ കഴിഞ്ഞ 10-25 വർഷക്കാലമായി പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഒരുപാട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും യുവജന പ്രക്ഷോഭങ്ങളിലും ഒക്കെ പങ്കാളികളായി കടന്നുകൊണ്ടിട്ടുള്ളവരാണ്. വലിയ സമരങ്ങളും വലിയ തീവ്രമായ പോരാട്ടങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആശാ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ആശാ കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെതായ ഒരു വളർച്ചയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു പരിമിതികളും ദൗർബല്യവും ഒക്കെ ഉണ്ട്. ആശമാരെ സംഘടിപ്പിച്ച് എടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നു വന്നപ്പോൾ അധികാരത്തിലിരുന്ന സർക്കാർ അധികാരം കൈയാളുന്നവരെല്ലാവരും ചേർന്ന് അടിച്ചമർത്താൻ ശ്രമിച്ച ഒരു സമരമാണ്. അത് അടിച്ചമർത്താൻ ശ്രമിക്കുന്നതോറും അതിന് ശക്തി ഉണ്ടായി. അതിന് കാരണം എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രതിലോമ സാഹചര്യങ്ങൾ ഉണ്ടായി വന്നപ്പോൾ അതിനെ വെല്ലുവിളിച്ച് നിൽക്കാൻ നേതൃത്വം കാണിച്ച ഒരു കരുത്താണ്. ഒരുപാട് വട്ടം വേട്ടയാടുന്നത് പോലെ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ അത് ഒറ്റപ്പെടുത്തുന്നത് പോലുള്ള ശ്രമങ്ങളുണ്ടായപ്പോഴും ധീരോദാത്തമായ നേതൃത്വമാണ് അതിന് നേതൃത്വം നൽകിയത്. തീർച്ചയായും അതിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്ക് എളുപ്പമല്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. മിനി മുഖ്യപ്രഭാഷണം നടത്തി. ജനങ്ങളുടെ പൾസ് എന്താണെന്ന്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ജനപ്രതിനിധികൾ വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ നിശ്ചയിക്കപ്പെടുന്ന സഭകളിൽ, നിയമനിർമ്മാണ സഭകളിലും വരികയുള്ളൂ. ഏതായാലും 233 രൂപ കൈപ്പറ്റുന്ന സ്ത്രീകളെ, സാധാരണക്കാരായ സ്ത്രീകളെ, ദരിദ്രരായ സ്ത്രീകളെ, ബഹുഭൂരിപക്ഷവും വാടക വീടുകളിൽ കഴിയുന്ന വിധവകളായ പ്രായം ചെന്ന മാതാപിതാക്കളെ നോക്കാൻ നിർബന്ധിതരായ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പലയിടത്തും വയ്യാത്ത മക്കളുണ്ട്. അവരുടെ എല്ലാ ജീവിത പ്രയാസങ്ങളും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകൾ കേരളത്തിൽ 26,125 പേര് ഉണ്ടായിട്ടും മാറി മാറി സർക്കാരുകൾ വന്നിട്ടും പരിഗണിക്കപ്പെടാതെയും അവഗണിക്കപ്പെട്ടുമൊക്കെ പോകുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു യൂണിയൻ ആരംഭിച്ചത്. അതൊരു സ്വതന്ത്ര യൂണിയനായിരുന്നു. കാരണം നിലവിൽ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ യൂണിയനുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊരു സ്വതന്ത്ര യൂണിയൻ രൂപീകരിച്ചത് ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും ന്യായമായ കാര്യങ്ങൾ ചോദിക്കുവാൻ ഈ യൂണിയന്റെ രാഷ്ട്രീയ ചായ ഒരു തടസ്സമാകരുതെന്നുള്ളതുകൊണ്ടാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ, ബ്ലോക്ക് മെമ്പർ റാണിക്കുട്ടി ജോർജ്, PSA ലത്തീഫ്, PK ചന്ദ്രശേഖരൻ നായർ, PC ജോർജ്, സീനത്ത് അസീസ്, അബ്ദുൽ റസാഖ്, അബ്ദുൽ സമദ്, വിജി മനോജ്, KK ശോഭ, റെജി വർഗീസ്, രേഖ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. പായിപ്ര പഞ്ചായത്തിൽ തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കും റോഡിന് ഇരുവശവുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുമുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ്. പഞ്ചായത്ത് കമ്മിറ്റി ടെൻഡറുകൾക്ക് അംഗീകാരം നൽകിയതോടെ കരാറുകാരുമായി ധാരണാപത്രം ഒപ്പിട്ട് അടുത്ത ദിവസങ്ങളിൽ വർക്കുകൾ ആരംഭിക്കാൻ കഴിയും. നിലവിലെ ഭരണസമിതി അധികാരമേറ്റയുടൻ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ അടിയന്തര പ്രാധാന്യത്തോടെ 24 വാർഡുകളിലെയും തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിരുന്നു. അതോടൊപ്പം പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളുടെയും മിനി മാസ്റ്റ് ലൈറ്റുകളുടെയും കേടുപാടുകൾ തീർത്ത് പ്രവർത്തനയോഗ്യമാക്കിയിട്ടുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. SSLC, +2, CBSE, ICSE, യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മേക്കടമ്പ് ഡിവിഷനിലെ വിദ്യാർത്ഥികൾക്ക് മാത്യു കുഴൽനാടൻ MLA അവാർഡുകൾ വിതരണം ചെയ്തു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മേക്കടമ്പ് ഡിവിഷനിലെ SSLC, +2, CBSE, ICSE, യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. മേക്കടമ്പ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ലോകത്തെ അവസരങ്ങളെ കുറിച്ച് കിട്ടിയിട്ടുള്ളത് വളരെ പരിമിതമായ കാഴ്ചപ്പാടാണ്.
അത് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങളുടെ കുറ്റമല്ല. കാരണം ഈ പറഞ്ഞ എക്കോ സിസ്റ്റം നിങ്ങളെ ചിന്തിപ്പിക്കുന്ന, നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. സാധാരണ രീതിയിൽ പെൺകുട്ടികളാണെങ്കിൽ അവർ മനസ്സുറച്ചൊരു പ്രായമാകുന്ന മുതൽ ചുറ്റും നിൽക്കുന്നവരിങ്ങനെ ഓതി ജീവിതത്തിൽ ഒരു നേഴ്സായി മാറുക, അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിച്ച് വിദേശത്ത് പോവുക എന്നതാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ജീവിത വിജയം അടയാളപ്പെടുത്താനുള്ള മാർഗം, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ റൂട്ട്, അതാണ് അതിൻ്റെ ഡെസ്റ്റിനി എന്ന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനീ പറഞ്ഞ എക്കോ സിസ്റ്റം നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആൺകുട്ടികളെ സംബന്ധിച്ചും നമ്മൾ നിൽക്കുന്ന എക്കോ സിസ്റ്റത്തിന് അവരുടെ ചിന്ത എന്തുമാത്രമുണ്ടോ അത്രയും നിന്നെ അവർക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷെ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ലോകമാണ്. വൈവിധ്യമാർന്ന അവസരങ്ങളുള്ള, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വേൾഡാണ്. ദ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ചടങ്ങിൽ 42 വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു. ശ്രീഹരി സുരേഷ്, വാസുദേവ് കെ അനിൽ, ശ്രീഹരി സുരേഷ്, വൈഗാരാജ് received complete A1 in CBSE 2G. Sona Maria G, Sona Merlin Elmo, Alan Paul K. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രജിത സുധാകരൻ, ഷാൻഡി എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെൽമി ജോൺസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജോ പാപ്പാലിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ, പി കെ മനോജ്, ഫൈസൽ വടക്കനേത്ത്, ബിന്ദു ജോർജ്, സുലേഹ മക്കാർ, ലിസി ജോളി, ജോഫി ആന്റണി, സഹീറ മജീദ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. മഴക്കാല രോഗ പ്രതിരോധ ബോധവത്കരണ ക്ലാസും സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും നാളെ. മൂവാറ്റുപുഴ നഗരസഭയിലെ 27, 28, 29 വാർഡുകൾ, ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷൻ, ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ ചാപ്റ്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച മഴക്കാല രോഗ പ്രതിരോധ ബോധവത്കരണ ക്ലാസും സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. വിവേകാനന്ദ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ സംഘടിപ്പിക്കുന്ന പരിപാടി നഗരസഭ ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷ രജിത പി ഉദ്ഘാടനം ചെയ്യും. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ, ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. പോത്താനിക്കാട് പുളിന്താനം വാട്ടപ്പിള്ളിൽ സിബിയുടെ മകൻ ജോൺസ് നിര്യാതനായി. സംസ്കാരം നടത്തി. സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമ്മ ജിൻസി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.